ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരിയാണ്. ഇപ്പോൾ നമ്മുടെ സലീംകുമാറിന് പ്രതിമയുണ്ടാക്കണം മൂപ്പരിൻ്റെ എന്ന് പറഞ്ഞ് 1 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നത് കേട്ടു നമ്മുടെ മുഖ്യമന്ത്രി. ഞാൻ ഒരു മൂത്ത ഭ്രാന്തുള്ള കോൺഗ്രസ്സുകാരിയാണ് ഞാൻ. എന്നാലും ഞാൻ പറയുന്നത് അതൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്താന്ന് പറഞ്ഞാൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ. അവരിൻ്റെയൊക്കെ പ്രതിമ ആണ് പണിയണമെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താ പറയുക, ഇന്ത്യയിൽ എവിടെയോ ഒരു പാട്ടീലിൻ്റെ പ്രതിമ എത്രയോ പണം ചിലവാക്കി ഇന്ത്യയിലുണ്ടാക്കി, അതൊരു വെറുതെ വേണ്ടാത്ത ഒരു പ്രതിമയായിട്ട് അത് മറിഞ്ഞുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന പോലെ മുഖ്യമന്ത്രിക്ക് സലീംകുമാറിനോട് എന്തെങ്കിലും സ്നേഹമോ കടപ്പാടോ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിന് എന്തെങ്കിലും മുഖ്യമന്ത്രി ചെയ്യണം. അല്ലാതെ നമ്മളുടെ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് സലീംകുമാറിന് 1 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബജറ്റിൽ അത് മാറ്റി വെക്കേണ്ടിയിരുന്നില്ല. ആ പൈസ കൊണ്ട് എത്രയോ അനാഥകൾ ജീവിക്കുന്നുണ്ട്. വീടില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, ജോലി ചെയ്യാൻ വയ്യാത്തവർ, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം പറഞ്ഞാൽ കയ്യിൽ കാശില്ലാത്തവർ, അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ, വീടുകൾ, പട്ടിണി, ഒരുപാട് ദാരിദ്ര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. നിങ്ങളത് കണ്ണു തുറന്ന് കാണണില്ല എന്നേ ഉള്ളൂ. ഭരണങ്ങൾ മാറി മാറി വരുമ്പോഴും നമ്മുടെ കേരളത്തിലെ ദാരിദ്ര്യത്തിന് ഒരു കുറവും കാണുന്നില്ല. നിങ്ങളത് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി ഏർപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോകും. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകരിക്കണം. അതുപോലെ തന്നെയാണ് വിജയ് നമ്മുടെ ജയിലിലെ ഭക്ഷണത്തിന് മാറ്റം വരുത്തി, അതുപോലെ അതും മാറ്റം വരുത്തണം. അവർക്ക് രാവിലെ ഗോതമ്പുണ്ടയാക്കണം, ഉച്ചയ്ക്ക് കഞ്ഞിയാക്കണം, എന്നിട്ട് അത് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കണം ആ ഭക്ഷണം എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം, സിനിമാ നടന്മാർക്ക് അവരിൻ്റെ പ്രതിമ വയ്ക്കാനും, ഇല്ലെങ്കിൽ സിനിമാ നടന്മാർ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇവർക്കെങ്കിലുമൊക്കെ ചെറുതായിട്ട് വല്ല ഉപകാരമൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരിൻ്റെ അല്ല വെക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗാന്ധി ഭവൻ സ്നേഹം എന്തൊക്കെയോ പറയുന്ന ഒരിതുണ്ടല്ലോ, ചാരിറ്റികൾ, അങ്ങനെയുള്ള ആൾക്കാരിൻ്റെയൊക്കെ പ്രതിമ വയ്ക്കുകയാണെങ്കിൽ അവരൊക്കെ എത്രയോ പാവങ്ങൾക്ക് സഹായം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വല്ല പ്രതിമ വയ്ക്കുകയോ അതിന് 1 കോടി രൂപ വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ സലീംകുമാർ മരണം അത് ഈ ലോകത്ത് സഹജമാണ്. അതിന് സലീംകുമാറിൻ്റെ പ്രതിമയുണ്ടാക്കാൻ 1 കോടി രൂപ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇതുമില്ല. അപ്പോൾ നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. പാവപ്പെട്ടവരുടെ നികുതി പണം എടുത്ത് പ്രതിമയുണ്ടാക്കി ആ പ്രതിമൻ്റെ മുകളിൽ വന്ന് കാക്ക തൂറി, കൊറ്റികളിരുന്ന്, പ്രാവുകളിരുന്ന് തൂറാനുള്ള ഇടയുണ്ടാക്കണ്ട. നല്ല പോലെ ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ.